ഇതേ കാര്യം തിരിച്ചാണ് സംഭവിച്ചെന്ന് വയ്ക്കുക. കോൺഗ്രസിന് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതി എടുത്തിരുന്നതെങ്കിൽ കേരളം മുതൽ കാശ്മീർ വരെയുള്ള അഡ്വക്കേറ്റുമാരുടെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരും. മുൻ റിട്ടയർഡ് ജഡ്ജിമാരെ അവരൊക്കെ രംഗത്ത് വരും. ഈ സംവിധാനങ്ങളൊക്കെ BJPക്കുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനൊരു സ്വഭാവമില്ല. അങ്ങനൊരു സ്വഭാവം റൈറ്റ് വിങ് എന്ന് പറയുന്നവർക്ക് ഇല്ല. ജന്മം ചെയ്താൽ അവരിത് ചെയ്യില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, കേരളത്തിലെ വളരെ സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റാണ് രാംകുമാർ സാർ. രാംകുമാറിൻ്റെ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ അതിൽ ധാരാളം വക്കീലന്മാർ ഒപ്പിടും. നിങ്ങൾ വേറെ ഒഫീഷ്യൽ ബോഡിയൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, നിങ്ങളുടെ അഭിഭാഷക പരിഷത്തും വേണ്ട. രാംകുമാർ സാറിൻ്റെ സ്റ്റേച്ചർ വെച്ചിട്ട് സാറ് ഇറക്കുന്ന ഒരു പ്രസ്താവനയുടെ താഴെ ഒപ്പിടാനായിട്ട് കേരളത്തിൽ വമ്പൻ വക്കീലന്മാരുണ്ട്, റിട്ടയർഡ് ജഡ്ജിമാരുണ്ടാവും. പ്രോട്ടോക്കോളിൻ്റെ ഒന്നും പ്രശ്നം അതിനകത്തില്ല. ഇനി റിട്ടയർഡ് ജഡ്ജിമാർ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. ജസ്റ്റിസ് ചിദംബരേഷ് നല്ല തകർപ്പിനൊരു ലേഖനം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. യു ഓർഗനൈസ് ദാറ്റ്, ബ്രിങ് പ്രഷർ ഓൺ സുപ്രീം കോർട്ട് ടു റിവ്യൂ ദിസ് ജഡ്ജ്മെൻറ്റ്. റിവ്യൂ അല്ല, ടു സ്റ്റേ ദിസ് ജഡ്ജ്മെൻറ്റ്. ദാറ്റ് മേ വർക്ക്, ദാറ്റ് മേ നോട്ട് വർക്ക്. പക്ഷെ അതിനാരും ഒന്നും ചെയ്യുന്നില്ല. ആകെ ഉപരാഷ്ട്രപതി മാത്രമാണ് പറഞ്ഞത്. അതെ, സർക്കാരിൻ്റെ ഭാഗമാണ് പറയാൻ. ഉപരാഷ്ട്രപതി പറഞ്ഞു, നിഷികാന്ത് ദുബെ പറഞ്ഞു, പാർലമെൻറ്റിൻ്റെ ഭാഗം, ഗവൺമെൻറ്റിൻ്റെ ഭാഗമെന്ന് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു. അതല്ലാതെ ഒരു നീക്കമുണ്ട്. ദുബൈയിലെ നദ്ദ തള്ളി പറയുകയും ചെയ്തു. ഈ ഒരു മോറൽ പ്രഷർ വന്നാലല്ലാതെ സുപ്രീം കോടതി ആക്ട് ചെയ്യില്ല. മാത്രമല്ല, സുപ്രീം കോടതി അത്ര മോറലൊന്നും അല്ല ഇപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.